നമസ്കാരം. ഇന്നത്തെ കോഴിക്കോടൻ വാർത്തകളിലേക്ക് സ്വാഗതം. മതേതരത്വം യൂറോപ്യൻ ആശയമാണെന്നും ഇന്ത്യയിൽ ആവശ്യമില്ലെന്നും തമിഴ്നാട് ഗവർണർ RN രവി. 1976 ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ മതേതരത്വം കൂട്ടിച്ചേർത്തതിന് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ അദ്ദേഹം രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. ഞായറാഴ്ച കന്യാകുമാരിയിൽ ഒരു ചടങ്ങിൽ സംസാരിക്കുന്നതിനിടെയാണ് ഗവർണർ വിവാദ പ്രസ്താവന നടത്തിയത്. തെക്കൻ ലെബനനിൽ ഇന്ന് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 50 കുട്ടികൾ ഉൾപ്പെടെ 500 പേർ കൊല്ലപ്പെടുകയും 1200-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ലെബനൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇറാൻ പിന്തുണയുള്ള ലെബനൻ ആസ്ഥാനമായുള്ള ഹിസ്ബുള്ള സംഘടനയുടെ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ഹിസ്ബുള്ള സംഘടന ആയുധങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള വീടുകളും സ്ഥലങ്ങളും വിട്ടുപോകാൻ ലെബനൻ പൗരന്മാർക്ക് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകി. മഹാരാഷ്ട്രയിലെ ബദ്ലാപൂരിലെ 2 നഴ്സറി വിദ്യാർത്ഥിനികളെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിലെ പ്രതി അക്ഷയ് ഷിൻഡെ പോലീസിന്റെ വെടിയേറ്റു മരിച്ചു. കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടാനായി പോലീസ് ഉദ്യോഗസ്ഥന്റെ തോക്ക് തട്ടിപ്പറിച്ച ഇയാളെ പോലീസ് വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നു. രക്ഷപ്പെടാനായി അക്ഷയ് പോലീസിന് നേർക്കും വെടിയുതിർത്തു. ഇയാളുടെ വെടിവെപ്പിൽ 2 പോലീസുകാർക്ക് പരിക്കേറ്റു. തീരദേശ പരിപാലന നിയമത്തിൽ കേരളത്തിന് ഇളവ് നൽകി കേന്ദ്രം. സംസ്ഥാനം ഉന്നയിച്ച ആവശ്യങ്ങളിലാണ് അനുകൂല നിലപാട്. 66 പഞ്ചായത്തുകളെ CREZ 2 പട്ടികയിലേക്ക് മാറ്റി. ജനസംഖ്യ കൂടിയ മറ്റു പഞ്ചായത്തുകളിൽ CREZ 3 കീഴിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള ദൂരപരിധി 200-ൽ നിന്ന് 50 മീറ്ററായി കുറയ്ക്കുമെന്നും കേന്ദ്രം വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. തൊഴിലിടങ്ങളിൽ ജീവനക്കാർക്കെതിരെയുള്ള മനുഷ്യത്വരഹിതമായ പെരുമാറ്റങ്ങൾക്കെതിരെ കേന്ദ്ര സർക്കാർ പുതിയ നിയമം കൊണ്ടുവരണമെന്ന് ശശി തരൂർ MP. വിഷയം അടുത്ത പാർലമെന്റ് സമ്മേളനത്തിൽ ഉന്നയിക്കുമെന്നും തരൂർ അറിയിച്ചു. ജോലിസ്ഥലത്തെ സമ്മർദ്ദം മൂലം ആത്മഹത്യ ചെയ്ത പൂനെയിലെ EY കമ്പനിയിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റായി ജോലി ചെയ്തിരുന്ന അന്ന സെബാസ്റ്റ്യന്റെ കുടുംബവുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമായിരുന്നു തരൂരിന്റെ പ്രതികരണം. ബീഹാറിൽ വീണ്ടും പാലം തകർന്നു. പട്ന ജില്ലയിലെ നിർമ്മാണത്തിലിരുന്ന പാലത്തിന്റെ ഒരു ഭാഗമാണ് തകർന്നു വീണത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ബീഹാറിൽ പാലങ്ങൾ തകരുന്നത് തുടർക്കഥയായിരിക്കെയാണ് പുതിയ സംഭവം. ബീഹാർ സ്റ്റേറ്റ് റോഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ മേൽനോട്ടത്തിലാണ് ബക്തിയാർപൂർ താജ്പൂർ ഗംഗാ മഹാസേതു പാലത്തിന്റെ നിർമ്മാണം നടന്നിരുന്നത്. ഗർഡറുകളുടെ ബെയറിങ്ങുകൾ മാറ്റി സ്ഥാപിക്കുന്നതിനിടെ ഒരെണ്ണം തകരുകയായിരുന്നു. സർവീസിൽ നിന്ന് വിരമിച്ച മുൻ സംസ്ഥാന ചീഫ് സെക്രട്ടറി V വേണുവിനെ കൊച്ചി ബിനാലെ ഫൗണ്ടേഷന്റെ ബോർഡ് ഓഫ് ട്രസ്റ്റിന്റെ ചെയർപേഴ്സണായി നിയമിച്ചു. ഹോണററി അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാമെന്ന് V വേണു ട്രസ്റ്റിനെ അറിയിച്ചതിനെ തുടർന്നാണ് തീരുമാനം. കഴിഞ്ഞ 21 മുതലാണ് V വേണുവിന്റെ നിയമനം. കൊച്ചി ബിനാലെ ഫൗണ്ടേഷൻ ട്രസ്റ്റിയും കൊച്ചി മുസിരീസ് ബിനാലെ പ്രസിഡന്റുമായ ബോസ് കൃഷ്ണമാചാരിയാണ് ഇക്കാര്യം അറിയിച്ചത്. പ്രൊഡക്ഷൻ കൺട്രോളർ ഷാനു ഇസ്മായിൽ മരിച്ച നിലയിൽ. കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കഴിഞ്ഞ 10 ദിവസമായി ഷാനു ഇസ്മായിൽ ഇവിടെയാണ് താമസിക്കുന്നത്. സംഭവത്തിൽ സെൻട്രൽ പോലീസ് അന്വേഷണം തുടങ്ങി. സെപ്റ്റംബർ 11-നാണ് ഷാനു ഇസ്മായിൽ ഹോട്ടലിൽ റൂം എടുത്തത്. റൂമിൽ നിന്നും പുറത്തു വരാത്തത് അന്വേഷിച്ചപ്പോഴാണ് ബാത്റൂമിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച യൂട്യൂബർ അറസ്റ്റിൽ. കോഴിക്കോട് കക്കോടി മോരിക്കര സ്വദേശി ഫായിസ് മൊറൂൽ ആണ് കേസിൽ അറസ്റ്റിലായത്. പെൺകുട്ടിയെ പീഡിപ്പിച്ച ശേഷം മുങ്ങിയ പ്രതിക്കായി പോലീസ് ഊർജിത അന്വേഷണം നടത്തി വരുന്നതിനിടെയാണ് പ്രതി പിടിയിലായത്. 3 മാസം മുൻപാണ് പെൺകുട്ടിയെ പ്രതി ലൈംഗികമായി പീഡിപ്പിച്ചതെന്ന് പരാതിയുള്ളത്. 2025 വർഷത്തേക്കുള്ള ഓൺലൈൻ ഹജ്ജ് അപേക്ഷാ സമർപ്പണത്തിനുള്ള അവസാന തീയതി നീട്ടി. സെപ്റ്റംബർ 30-നാണ് പുതുക്കിയ തീയതി.
കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയാണ് ഇക്കാര്യം അറിയിച്ചത്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ 2025 വർഷത്തെ ഹജ്ജിന് 18,835 ഓൺലൈൻ അപേക്ഷകൾ ലഭിച്ചു. ഇതോടെ വാർത്തകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.